ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ മാസത്തിൽ തുലാക്കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കുവാൻ സാധ്യതയുള്ള ചാരഫലം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. 14-ാം തീയതി വരെ സൂര്യൻ മീനൻ രാശിയിലും അതിനുശേഷം മേടൻ രാശിയിലും സ്ഥിതി ചെയ്യും. ചൊവ്വ 2-ാം തീയതി മുതൽ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യും. ബുധൻ 11-ാം തീയതി വരെ കുംഭം രാശിയിലും അതിനുശേഷം മീനൻ രാശിയിലും സ്ഥിതി ചെയ്യും. വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ 19-ാം തീയതി വരെ മേടൻ രാശിയിലും അതിനുശേഷം ഇടവൻ രാശിയിലും സ്ഥിതി ചെയ്യും. ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ കൂറുകാർക്ക് 14-ാം തീയതി വരെ സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലം ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. രോഗങ്ങൾക്കും ശത്രുക്കൾക്കും ദുഃഖത്തിനും നാശം 6-ാം ഭാവത്തിലെ സൂര്യന്റെ ചാരഫലമാണ്. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ഈ കൂറുകാർക്ക് അതിൽ നിന്നും വളരെ വേഗത്തിലുള്ള മുക്തി ലഭിക്കുന്നതാണ്. അതുപോലെ ശത്രുക്കളെ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും. ശത്രുക്കളൊക്കെ മിത്രങ്ങളായി മാറി ഇവരെ സഹായിക്കുവാൻ കൂടെ ഉണ്ടാകും. അതുപോലെ എല്ലാവിധ ദുഃഖവും ശമിക്കുന്നതാണ്. പല വിധത്തിൽ ദുഃഖം അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് അതിലെല്ലാം മോചനം ഉണ്ടായി സുഖാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യം ഓർത്തിട്ടോ വിദ്യാഭ്യാസ കാര്യം ഓർത്തിട്ടോ കുടുംബത്തില് വീട് വെക്കുന്ന കാര്യം ഓർത്തിട്ടോ വാഹനം വാങ്ങുന്ന കാര്യത്തിലോ ഒക്കെ അനുഭവപ്പെട്ടിരുന്ന ദുഃഖങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. എല്ലാ വിധത്തിനുമുള്ള സൗഖ്യം ഇവർക്ക് 6-ാം ഭാവത്തിലെ സൂര്യൻ നൽകുന്നതാണ്. 14-ാം തീയതി മുതൽ 7-ാം ഭാവത്തിലേക്ക് മാറുന്ന സൂര്യൻ എന്നാൽ ഇവർക്ക് അനുകൂലവുമല്ല. മാർഗസഞ്ചാരം മൂലം ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ വയറിന് ചില രോഗങ്ങളൊക്കെ വരുവാനും ഇടയുള്ളതിനാൽ ആഹാര കാര്യത്തിൽ ചില ക്രമീകരണങ്ങളും മുൻകരുതലും ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. 2-ാം തീയതി മുതൽ ചൊവ്വ ഇവർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ ചൊവ്വ അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. സ്വർണ്ണാഭരണങ്ങളും ചെമ്പുപാത്രങ്ങളും ഒക്കെ വാങ്ങിക്കുവാൻ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായ വലിയ നേട്ടവും ചൊവ്വയുടെ 6-ാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായി വിവിധ രംഗങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും. ശത്രുക്കളുമായി വേർപാടിനും അവസരമുണ്ടാകും. ശത്രുക്കളായി നിന്നവരൊക്കെ മിത്രങ്ങളായി മാറും. ശത്രുദോഷം അനുഭവപ്പെടുന്നതല്ല. അസൂയാലുക്കളായ ആളുകളൊക്കെ അത് അവസാനിപ്പിച്ച് ഈ കൂറിൽപ്പെട്ടവരുമായി സഹകരിക്കുവാൻ തുടങ്ങുന്നതാണ്. എന്നാൽ മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. 11-ാം തീയതി വരെ ബുധൻ ഈ കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ഈ കൂറുകാർക്ക് ദോഷഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിൽ ഭാര്യ സന്താനങ്ങൾ ഇവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ കലഹങ്ങൾ ഉണ്ടാകുവാനോ ഒക്കെ സാധ്യത ഉള്ളതിനാൽ കുടുംബാംഗങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. എന്നാൽ 11-ന് ശേഷം ബുധൻ 6-ാം ഭാവത്തിലേക്ക് മാറുന്നതാണ്. 6-ാം ഭാവത്തിലേക്ക് മാറുന്ന ബുധൻ തികച്ചും അനുകൂല ഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം ഇവർക്ക് നേടുവാൻ കഴിയും. ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പൂർത്തിയാക്കാനുള്ള അവസരം വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും 6-ാം ഭാവത്തിലെ ബുധൻ ഈ കൂറുകാർക്ക് നൽകും. വിവാഹം, സന്താനലബ്ധി തുടങ്ങിയ ഫലങ്ങളൊക്കെ ഇവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വന്ന് ഭവിക്കുന്നതാണ്. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പുതുക്കി പണിയുവാനോ പുതിയ വീട് വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമാണ് ബുധന്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി മൂലം ഉണ്ടാകുന്നത്. വ്യാഴത്തിന്റെ 9-ാം ഭാവസ്ഥിതിയും ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് നൽകും. ഭാര്യ ലബ്ധി, സന്താന ലബ്ധി ഇതൊക്കെ 9-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ചാരഫലമാണ്. വിവാഹ ആലോചനകൾ നടക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം ഉറപ്പിക്കുവാൻ അനുകൂലമായ സമയമാണ്. അതുപോലെ വളരെ കാലമായി സന്താനങ്ങൾ ഉണ്ടാകാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് അവരുടെ വിഷമങ്ങളൊക്കെ മാറുവാൻ അവസരമുണ്ടാകും. സന്താന ലബ്ധിക്ക്
ആരംഭം കുറിക്കുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് കഴിയുന്നതാണ്. ദാമ്പത്യ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുവാൻ ഈ കാലം സഹായിക്കും. സാമ്പത്തികമായ വലിയ ലാഭവും ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം നൽകുന്നതാണ്. എല്ലാ രംഗത്തു നിന്നും പ്രതീക്ഷിക്കാത്തതിൽ കവിഞ്ഞ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും. ചിട്ടി, ലോണൊക്കെ ഇവർക്ക് വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ ശമ്പള വരുമാനമുള്ളവർക്ക് ശമ്പളത്തിൽ വലിയ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് നിക്ഷേപത്തിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള അവസരം ഇവർക്ക് ലഭിക്കും. കർമ്മരംഗത്ത് വലിയ ഉണർവ് അനുഭവപ്പെടും. പുതിയ പുതിയ ജോലികൾ കണ്ടെത്തുവാനും അതിൽ വിജയിക്കുവാനും ഈ കൂറിൽപ്പെട്ടവർക്ക് കഴിയുന്നതാണ്. വലിയ പ്രതാപത്തോടെ കഴിയുവാനും ഇവർക്ക് അവസരമുണ്ടാകും. 19-ാം തീയതി വരെ ശുക്രൻ ഇവർക്ക് 7-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രന്റെ ചാരഫലം ഇവർക്ക് അത്ര അനുകൂലമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കാൻ ഇടവരും. സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. കുടുംബത്തിൽ തന്നെ ഭാര്യയോ മക്കളോ ഒക്കെ ആയിട്ട് ഇടപഴകുമ്പോഴും ഒരു ജാഗ്രത ഉണ്ടാകുന്നത് നല്ലതാണ്. 19-ാം തീയതിക്ക് ശേഷം ശുക്രൻ ഇവർക്ക് 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 8-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഇവർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ദാമ്പത്യ സൗഖ്യം കൂടുതലായിട്ട് 8-ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകുന്നതാണ്. അതുപോലെ പുതിയ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാനും അതൊക്കെ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാവും. വളരെ കാലമായി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ ഇടവരും. അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് യോജിക്കുവാൻ അനുകൂലമായ സമയമാണ്. ശനി ഈ കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ ശനി വലിയ ഗുണഫലങ്ങളാണ് ഇവർക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് രോഗത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മോചനം 6-ാം ഭാവത്തിലെ ശനി നൽകുന്നതാണ്. അതുപോലെ സകല കാര്യത്തിലും വിജയവും ഈ കൂറുകാർക്ക് കൈവരിക്കുവാൻ കഴിയും. വീട് വാങ്ങാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് പുതുക്കി പണിയുവാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുവാൻ കഴിയുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിലും ഉടൻ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുകൂലമായ രീതിയിൽ വിദ്യാഭ്യാസത്തിൽ വിജയങ്ങൾ നേടുവാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രതീക്ഷയ്ക്കൊത്ത് വിജയം കൈവരിക്കുവാൻ ഈ കൂറിൽപ്പെട്ടവർക്ക് കഴിയുന്നതാണ്. വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി തേടുന്ന യുവതി യുവാക്കൾക്കും അനുകൂലമായ സമയമാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതാണ്. പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും ഈ കൂറിൽപ്പെട്ടവർക്ക് അവസരം ഉണ്ടാകും. രാഹു സ്ഥിതി ചെയ്യുന്നത് 5-ാം ഭാവത്തിലാകിയാൽ സന്താനങ്ങളെ പ്രതി കുറച്ച് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുപക്ഷെ അനുഭവപ്പെട്ടേക്കാം. സന്താനങ്ങളുമായി വേർപെട്ട് അന്യദേശത്ത് പോയി താമസിക്കാനുള്ള യോഗവും ഇവർക്ക് വന്നു ചേരും. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു വളരെ അനുകൂലമാണ്. വലിയ നേതൃപദവിയും മറ്റുള്ള അംഗീകാരവും ഒക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ സാധിക്കുന്നതാണ്. പല വിധത്തിലുള്ള സുഖ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. സാമ്പത്തികമായ നേട്ടവും ഇവർക്ക് ഈ 11-ാം ഭാവത്തിലെ കേതു മൂലം ഉണ്ടാകുന്നതാണ്. മഹാദേവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സൂര്യൻ ചെയ്യുന്ന ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കും. ബുധന്റെ അനിഷ്ടസ്ഥിതി മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായി മഹാവിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഉത്തമമാണ്. ശുക്രന്റെ അനിഷ്ടസ്ഥിതി മൂലം കുടുംബത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുവാൻ ദുർഗാദേവിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ധാര കഴിക്കുന്നതും രാഹുവിന്റെ അനിഷ്ടസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കും. ഗണപതിക്ക് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കേതുവിനെ കൊണ്ടുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതാണ്. ബഹുഭൂരിപക്ഷം ഗ്രഹങ്ങളും ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. ഈ കൂറിൽ ജനിച്ചവർക്ക് ഏപ്രിൽ മാസത്തിൽ ദോഷഫലങ്ങൾ വളരെ കുറവും ഗുണഫലങ്ങൾ വളരെ കൂടിയുമിരിക്കും. പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി മുന്നോട്ട് പോകുന്ന ഈ കൂറുകാർക്ക് ജീവിതത്തിലെ എല്ലാവിധ വിജയങ്ങളും നേടുവാൻ സാധിക്കുന്നതാണ്. ഇത് ചാരഫലം മാത്രമാണ്. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ കാര്യമായി അനുഭവപ്പെടുന്നതല്ല. ജാതകപ്രകാരം ഇപ്പോൾ അനുഭവിക്കുന്ന ദശയും അന്തർദശയും അനുസരിച്ചായിരിക്കും ചാരഫലം അനുഭവപ്പെടുക.
ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളവർ അത് കണ്ടെത്തി പരിഹരിച്ചാൽ ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.